വയനാട് പുനരധിവാസത്തിനായി അത് സ്വന്തം വഴിയിൽ അത് ചെയ്യാമെന്നൊരു ആലോചനയിലേക്ക് പ്രതിപക്ഷം എത്തുകയാണ്. സ്വന്തം നിലയിൽ ഭൂമി കണ്ടെത്തുകയും പുനരധിവാസം നടത്താനും ആണ് മുസ്ലിം ലീഗ് ഇതിൽ ആലോചിക്കുന്നത്. സർക്കാർ ടൗൺഷിപ്പ് ഭൂമി കണ്ടെത്തുന്നത് വൈകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു നീക്കത്തിലേക്ക് അവർ പോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റോബിൻ മാത്യു മറ്റത്തിലുണ്ട്. റോബിൻ, ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അവരിലേക്ക് സഹായം എത്തുക, അവർക്ക് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഒരു രൂപത്തിലും നടക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. എന്താണ് ലീഗ് ആലോചിക്കുന്നത്? ശാലിനി, 100 വീട്, 1000 സ്ക്വയർ ഫീറ്റിലെ 100 വീടായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രഖ്യാപനമായി ഉണ്ടായിരുന്നത്. 8 സെന്റ് ഭൂമിയും നൽകുമെന്ന് മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ പിന്നീടാണ് സർക്കാർ ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ മുസ്ലിം ലീഗിന് 150 വീട് നൽകാം, അത്രയും ഭൂമിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത് സർക്കാരിന്റെ ഭൂമിയിൽ നിന്ന് ഉണ്ടാകും എന്നതായിരുന്നു മുസ്ലിം ലീഗ് കരുതിയിരുന്നത്. പക്ഷേ പിന്നീട് ഈ ടൗൺഷിപ്പ് ഭൂമി ഏറ്റെടുക്കുന്നത് നിയമക്കുരുക്കിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് സർക്കാരിന് ഈ ടൗൺഷിപ്പ് സാധ്യമാക്കാൻ കഴിയില്ല എന്നതാണ് മുസ്ലിം ലീഗിന്റെ ഒരു വിലയിരുത്തലായി വരുന്നത്. എന്തായാലും സർക്കാരിനെ ഇനി